2010 ഡിസംബർ. ക്രിസ്മസിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി. 54 വയസ്സുള്ള അലനും ഭാവി മരുമകൻ രണ്ടുപേരും UK അവർ ജോലി ചെയ്യുന്ന കയാക്ക് എന്ന ചെറിയ ബോട്ട് നിർമ്മാണ കമ്പനിയിൽ ബ്രേക്ക് റൂമിലിരുന്ന് ഇരുവരും ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. വരുന്ന ക്രിസ്മസിന് കുടുംബത്തിന് എന്ത് സമ്മാനം കൊടുക്കാമെന്ന് നിശബ്ദരായിരുന്ന് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് നിശബ്ദരായി ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അലന്റെ ഭാര്യയും മകളും അയാളോടൊപ്പം അതേ ഫാക്ടറിയിലാണ് ജോലി ചെയ്തത്. ഇവരുടെ സംസാരം അവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പതുക്കെ സംസാരിച്ചത്. 54 വയസ്സുള്ള അലൻ കഴിഞ്ഞ 10 വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുടുംബം ഒപ്പമുള്ളതിനാൽ അതൊരു കഠിനമായ ജോലി ആണെങ്കിൽ കൂടിയും ആ ജോലി അയാൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ അടുത്തയാൾക്ക് സംഭവിക്കാൻ പോകുന്നത് കേട്ടാൽ ആരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകരുത് എന്നുവരെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ അലൻ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. സമയം കൃത്യം 7 മണി. ഇതിനുശേഷമാണ് അവിടെയുള്ള ജോലികളെല്ലാം തുടങ്ങും. എന്നാൽ അപ്പോൾ തന്നെ അവർ ബ്രേക്ക് റൂമിലിരുന്ന് ക്രിസ്മസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അവർ ആ ക്രിസ്മസിന്റെ അത്രയേറെ ആവേശത്തിലായിരുന്നു. ഇപ്പോൾ അവരുടെ ജോലി ആരംഭിക്കാനായി ആ ചായ ഗ്ലാസ് സിങ്കിലിട്ടിട്ട് അലൻ തന്റെ ജോലി ചെയ്യാനായി താഴത്തെ നിലയിലേക്ക് പോയി. ഭാവി മരുമകനായ മാർക്ക് കൺട്രോൾ റൂമിലേക്ക് പോയി. 54 വയസ്സുള്ള അലൻ പോകുന്ന ആ ഫാക്ടറിയിലെ താഴത്തെ നിലയിലാണ് കയാക്കുകൾ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും ധാരാളം മെഷീനുകൾ ഉള്ളത്. അവിടെ അലന്റെ ജോലി മെഷീനുകൾ റിപ്പയർ ആകാൻ അനുവദിക്കാതെ അത് തുടർച്ചയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. മെഷീനുകൾക്ക് പല രീതിയിലുള്ള ജോലികൾ ഉണ്ടായിരുന്നു. അലനും അതിൽ വിദഗ്ധനായിരുന്നു. അയാൾക്കറിയാത്ത ഒന്നും തന്നെ ആ മെഷീൻസിലില്ലായിരുന്നു. ഏത് പ്രവർത്തിക്കും, ഏത് പ്രവർത്തിക്കില്ല, ഏതാണ് പ്രശ്നത്തിലായത്, ഇങ്ങനെ എല്ലാം അറിയാം. അതിനാൽ ആ കമ്പനി തന്നെ അദ്ദേഹത്തെ വലിയ വിലപ്പെട്ടൊരു വ്യക്തിയായി കണക്കാക്കി. അന്ന് കമ്പനിയിലും മോൾഡിംഗ് റൂം മെഷീനുകളിൽ ഒന്നിലെ സർക്യൂട്ട് കത്തി നശിച്ചിരുന്നു. അത് പ്രവർത്തിച്ചില്ല. അലന് അത് അറിയാം. സർക്യൂട്ട് ബോർഡ് ശരിയാകുന്നതുവരെയും മോൾഡിംഗ് മെഷീൻ റൂം അടച്ചു പൂട്ടാൻ തീരുമാനിച്ചു. ഇപ്പോൾ അലൻ താഴത്തെ നിലയിലേക്ക് പോയി എല്ലാ മെഷീൻസും പരിശോധിച്ചു. ആ പ്രത്യേക മോൾഡിംഗ് മെഷീൻ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്യും എന്നും അയാൾക്കറിയാം. പക്ഷേ അയാൾ ആ മോൾഡിംഗ് മുറിയിലേക്ക് പോയപ്പോൾ അതിൽ ഒരുപാട് അഴുക്ക് നിറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ മോൾഡിംഗ് മുറിയിലെ എല്ലാ വശങ്ങളും മൂടിയിരുന്ന ഒരു ചെറിയ മുറി പോലെയാണ്. അതിൽ ഈ കയാക്ക് ബോട്ട് തയ്യാറാക്കുമ്പോൾ ആ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് എല്ലാം അവിടെയുള്ള ചുമരിൽ തെറിച്ച് പറ്റിപ്പിടിച്ചിരിക്കും. അലൻ അത് കാണുമ്പോഴൊക്കെ അത് ചെന്ന് വൃത്തിയാക്കും. ഇന്ന് ആ മോൾഡിംഗ് റൂം പൂട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചുമരെല്ലാം വൃത്തിയാക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു വലിയ കമ്പി കയ്യിലെടുത്തുകൊണ്ട് ആ മുറിക്കുള്ളിലേക്ക് പോയി. ആ മോൾഡിംഗ് മുറിയിലെ ചുമരിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രവേശന മുറിയുടെ വാതിൽ പെട്ടെന്ന് അടഞ്ഞു. ഇപ്പോൾ അടുത്ത സെക്കൻഡ് ആ മുറി മുഴുവനും പൂർണ്ണ ഇരുട്ടായി മാറി. അലനെ കൊണ്ടൊന്നും കാണാൻ സാധിച്ചില്ല. കാരണം വെളിച്ചം വരാനുള്ള ഒരേയൊരു വഴി ആ മുറിയിലെ ആ വാതിൽ മാത്രമാണ്. അതും ഇപ്പോൾ അടഞ്ഞു. ഇപ്പോൾ അലനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വെളിച്ചത്തെക്കുറിച്ചോ അയാളുടെ കാഴ്ചയെക്കുറിച്ചോ അല്ല. മോൾഡിംഗ് റൂമിന്റെ വാതിൽ അടഞ്ഞതുകൊണ്ട്, അതൊരു ഓട്ടോമാറ്റിക് വാതിൽ ആയതുകൊണ്ടും മോൾഡിംഗ് റൂമിലെ സർക്യൂട്ട് ബോർഡിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വാതിൽ ലോക്കായത്. അതുമാത്രമല്ല, താൻ അകത്ത് കുടുങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ അലൻ അറിയാം. അടുത്ത് ആ മോൾഡിംഗ് റൂം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അലന് രക്ഷപ്പെടാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അലൻ ആ ഇരുണ്ട മുറിയുടെ വാതിലിനടുത്തേക്ക് ഓടാൻ തുടങ്ങി. കയ്യിൽ ആ കമ്പി ഉപയോഗിച്ച് വാതിൽ എങ്ങനെയൊക്കെ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് മെക്കാനിക്കലി സീൽഡ് വാതിലായതുകൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. അത് തുറക്കണമെങ്കിൽ മുറിക്ക് പുറത്തുള്ള ഒരു ബട്ടൺ അത് അമർത്തണം. അത് അമർത്തിയാൽ ആ മുറിയുടെ വാതിൽ തുറക്കും. അലന് ഇതറിയാം. എങ്കിലും ഭയത്തോടുകൂടി ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം മോൾഡിംഗ് മുറിയുടെ വാതിൽ അടഞ്ഞ് ആ മുറി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അലന് നന്നായി തന്നെ അറിയാം. അങ്ങനെ കയ്യിലെ കമ്പി ഉപയോഗിച്ച് ആ മുറിക്കുള്ളിൽ നിന്നും ഉറക്കെ മുട്ടാനും നിലവിളിക്കാനും തുടങ്ങി. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാതിലൊന്ന് തുറക്കാമോ, അല്പസമയത്തിൽ ഇത് പ്രവർത്തിക്കുമെന്ന് നിലവിളിച്ച് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ മെഷീനുകളുടെ ശബ്ദം കൂടുതലായതുകൊണ്ട് അലന്റെ നിലവിളി പുറത്താരും കേട്ടില്ല. അതേസമയം അയാൾ നിലവിളിച്ചപ്പോൾ ആ ഇരുണ്ട മുറി ഇളം ചുവപ്പായി മാറാൻ തുടങ്ങി. ആ മോൾഡിംഗ് മുറിയിൽ ആ ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് ആ ഇരുമ്പ് ഭിത്തികൾ ഇളം ചുവപ്പായി മാറാൻ കാരണം
ആ മോൾഡിംഗ് മുറി ഒരു സാധാരണ മുറിയല്ല, അതൊരു ഓവനാണ്. അതിന്റെ പ്രക്രിയ ആരംഭിച്ചാൽ 10 മിനിറ്റിൽ തന്നെ അത് 315 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാൻ തുടങ്ങും. അങ്ങനെ ആലൻ തന്റെ കണ്ണുകൾ കൊണ്ട് ആ മുറി ചുവപ്പായി മാറുന്നത് കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അയാളുടെ ആ ഒരു കമ്പി പോലും ചൂടായി. അത് പിടിക്കാൻ കഴിയാതെ താഴേക്കിട്ടു. അയാൾ നിന്നിരുന്ന ആ തറയും ചുവപ്പാകാൻ തുടങ്ങി. അയാളുടെ ഷൂ ഉരുകാൻ തുടങ്ങി. മോൾഡിംഗ് മുറിയിലെ വായു തന്മാത്രകൾ ചൂടായി. ശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോ അലൻ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. കൈകൊണ്ട് ആ ചുമരിൽ മുട്ടാൻ തുടങ്ങി. അയാളുടെ ചർമ്മം ഭിത്തിയിലും വാതിലുമൊക്കെ പറ്റിപ്പിടിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ വേദന സഹിക്കാനാകാതെ അയാൾ തളർന്ന് താഴെ വീണു. നിങ്ങളെ കൊണ്ട് ഊഹിക്കാനാകാത്ത വേദനയിൽ അലൻ ജീവനോടുകൂടി തന്നെ അതിനകത്ത് പാചകം ചെയ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ അയാളുടെ ശരീരം കത്താൻ തുടങ്ങി. കറുത്ത പുക ആ മോൾഡിംഗ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഫാക്ടറി മുഴുവനും പടർന്നു. അപ്പോഴായിരുന്നു തൊഴിലാളികൾ അത് ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ആ മോൾഡിംഗ് മുറി ഓഫ് ചെയ്തു. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അലന്റെ ശരീരം ഉരുകിയ അവസ്ഥയിൽ അവർ കണ്ടു. സത്യത്തിൽ എന്താ സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ, ആലനും മരുമകനും സംസാരിച്ചതിനു ശേഷം ബ്രേക്ക് മുറിയിൽ നിന്നും ജോലി ചെയ്യാനായി ആലൻ താഴത്തെ നിലയിലേക്ക് പോയി. അതായത് ആ മോൾഡിംഗ് മുറിയുള്ള സ്ഥലത്തേക്ക് വന്നു. മരുമകൻ മുകളിലേക്കുള്ള കൺട്രോൾ റൂമിലേക്ക് പോയി. ആ കൺട്രോൾ മുറിയിൽ നിന്നാൽ താഴേക്ക് ഒന്നും തന്നെ കാണില്ല. അവിടെ വലിയ കൺട്രോൾ ബോർഡുകൾ ഉണ്ടായിരുന്നു. അയാൾക്ക് താഴെ ഒന്നും കാണാൻ സാധിക്കില്ല. ഈ കൺട്രോൾ ബോർഡിലെ സ്വിച്ചുകൾ താഴെയുള്ള മോൾഡിംഗ് മുറിയെ നിയന്ത്രിക്കും. അങ്ങനെ മാർക്ക് മുകളിൽ പോയപ്പോൾ ആ കൺട്രോൾ പാനലിൽ ഒരു ലൈറ്റ് മാത്രം മിന്നുന്നത് കണ്ടു. അതായിരുന്നു സർക്യൂട്ട് റിപ്പയർ ആയ ആ മോൾഡിംഗ് മുറിയുടെ ലൈറ്റ് ബ്ലിങ്ക് ആയപ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സർക്യൂട്ട് തയ്യാറായി എന്നുള്ളത് മാർക്കിന് മനസ്സിലായി. മോൾഡിംഗ് മുറി ഇപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് അർത്ഥം. മാർക്ക് ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. മോൾഡിംഗ് മുറി പ്രോസസ് ചെയ്യാൻ ആരംഭിച്ചു. വാതിൽ ഓട്ടോമാറ്റിക് അടഞ്ഞു. ഓവൻ ഓണായി. കൂടാതെ അകത്ത് സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ മാർക്ക് അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തതും അവൻ അറിയാതെ തന്നെ അവന്റെ ഭാവി അമ്മായിയപ്പനെ അവൻ കൊല്ലുകയായിരുന്നു. 4 വർഷത്തിനു ശേഷം കായാക്ക് മോൾഡിംഗ് കമ്പനിക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തി. ഉദ്ദേശം ഇല്ലാതെയുള്ള കൊലപാതകത്തെയാണ് നരഹത്യ എന്ന് വിളിക്കുന്നത്. കൂടാതെ $2,53,000 പിഴയും ഈടാക്കി. കൂടാതെ സുരക്ഷാ മുൻകരുതലുകളോ സേഫ്റ്റി എക്സിറ്റോ ഇല്ലാതെ ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനർക്ക് $32,000 പിഴയും 9 മാസത്തെ ജയിൽ ശിക്ഷയും കൊടുത്തു. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫാക്ടറികളിലോ വലിയ മെഷീനുകളുള്ള സ്ഥലത്തോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായി ജോലി ചെയ്യാൻ ഈ വീട് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാകാതെ കൂടെ ഒരാളെ കൂടെ നിർത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.